ചേട്ടാ ഈ വണ്ടിക്കൊക്കെ ഫൈൻ ഉണ്ടാവോ? ചില വണ്ടികൾക്ക് ഫൈൻ ഉണ്ടാവും. ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ ചലാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ RVSF വണ്ടികൾ എടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഫൈനും ക്ലോസ് ചെയ്തിരിക്കണം. അത് RTOയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തൊക്കെ ഫൈൻ ഉണ്ടെന്ന് പറയും. അപ്പൊ RTOയിൽ എന്നിട്ട് ഈ വണ്ടി പൊളിക്കാൻ അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനൊരു പേപ്പർ എഴുതി തരും. അപ്പൊ ഫൈനും ചലാനും എല്ലാം അവർ നമുക്ക് തരും. അത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതാണ്. ലോൺ എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ ലോൺ ഉണ്ട്, ഹൈപ്പോത്തറ്റിക്കേഷൻ ഉണ്ടാവും RCA. അതായത് ഏതെങ്കിലും ഫിനാൻസിന്റെ പേരിലായിരിക്കും വണ്ടി ഇരിക്കുന്നത്. നോർമലി ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ NOC വാങ്ങി ഹൈപ്പോത്തറ്റിക്കേഷൻ ക്ലോസ് ചെയ്യും. പക്ഷെ ചിലരത് ചെയ്യാറില്ല. പക്ഷെ അവസാനം ഈ വണ്ടി സ്ക്രാപ്പ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ NOC വാങ്ങി ഹൈപ്പോത്തറ്റിക്കേഷൻ RCA മാറ്റിയിട്ടുണ്ട്. ഇവരെങ്ങനെയാ സ്ക്രാപ്പ്? നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഇപ്പൊ 500 കിലോ 600 കിലോ 1000 കിലോ 2000 കിലോ ഉള്ള വണ്ടികൾ അതിന് ഒരു വാല്യൂ ഉണ്ട്, ഇത്ര ശതമാനം എന്നുള്ളത്. ആ എമൗണ്ട് ആണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുക. അത് ആ കസ്റ്റമറിന്റെ ആ അക്കൗണ്ടിലോട്ട് ചെല്ലുള്ളൂ, അല്ലാണ്ട് ഇനി ക്യാഷ് ആയിട്ട് ചെല്ലൂല. അത് എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് തരുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് മാത്രമേ ആ ക്യാഷ് പോകുകയുള്ളൂ. ഓടിക്കാൻ പറ്റാത്ത വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റാത്ത വണ്ടികള് നമുക്ക് നിലവിൽ കളക്ഷൻ സെന്റേഴ്സ് ഇല്ല. മറ്റേ ഇപ്പൊ നമ്മളിത് ഓപ്പൺ ആയി കഴിയുമ്പോൾ എല്ലാ ജില്ലകളിലും ഒരു വർഷം കളക്ഷൻ സെന്റേഴ്സ് വരും ഗവൺമെന്റ് നോട്ട് പ്രകാരം. അപ്പൊ അവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വരും. അതല്ലെങ്കിൽ ഇപ്പം ഓടിക്കാൻ പറ്റാത്ത വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മറ്റേ പിക്കപ്പയിലൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതും അല്ലെ ടോ ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യാം. പിന്നെ ഓടിച്ചിവിടെ കൊണ്ടുവരികയും ചെയ്യാം. അത് ഓടാൻ പറ്റുന്ന വണ്ടികൾ ഇവിടെ കൊണ്ടുവരും. പക്ഷെ കീയും RC ബുക്കിന്റെ ഒറിജിനലും ഇൻ കേസ് ഈ ഫൈൻ അടച്ച പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് തരണം. എന്നിട്ട് നമ്മൾ ഈ RC ബുക്ക് ഈ വണ്ടിയുടെ ഞാൻ ഈ പറഞ്ഞ സാധനം ഇത് നമ്മൾ മെഷീനിൽ കയറ്റി എല്ലാം സ്ക്രാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഷാസിയുടെ നമ്പരും എഞ്ചിൻ നമ്പരും ഈ CODയുടെ സർട്ടിഫിക്കറ്റും നമ്മൾ ഇത്ര വർഷത്തേക്ക് സൂക്ഷിച്ചു തരണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി എല്ലാം സ്ക്രാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ കസ്റ്റമർക്ക് സ്ക്രാപ്പിംഗ് സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ കൊടുക്കും. അത് പക്ഷെ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെഹിക്കിൾ സ്ക്രാപ്പ് ആയി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ അവർക്ക് കൊടുക്കും. ഇതാണ് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ RVSF വഴി, അത് രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് സൊസൈറ്റി വഴി വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യാൻ തരണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നിയമപരമായ എല്ലാ ബാധ്യതകളിൽ നിന്നും ഒഴിവാകും. നമുക്കൊരു ടെൻഷനായി, കസ്റ്റമർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. പുതിയ വണ്ടികൾ വാങ്ങുമ്പോൾ അതിൽ പല ബെനിഫിറ്റ്സ് കിട്ടും. ടാക്സിൽ ഫ്രീ കിട്ടും, രജിസ്ട്രേഷനിൽ കുറവ് കിട്ടും, പിന്നെ അതാത് വണ്ടികൾക്ക് ചിലപ്പോൾ ബെനിഫിറ്റ്സ് കിട്ടും. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ റീയൂസബിൾ ആണ്. നമ്മൾ ഈ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്താലും ഇപ്പൊ ആ വണ്ടിയൊക്കെ കണ്ടില്ല, നല്ല വണ്ടികളാണ് അതൊക്കെ. ആ വണ്ടികളുടെയൊക്കെ പാർട്സ് ഒക്കെ നമ്മൾക്ക് റീസെയിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ അന്തരീക്ഷത്തിലുണ്ടാവുന്ന പൊല്യൂഷൻ, അതായത് റീസൈക്കിൾ എന്നുള്ള ഒരു പോളിസി നമ്മൾക്ക് കുറെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ ഈ RVSF കൊണ്ടുള്ള ഗുണങ്ങൾ. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മൾ നോക്കുമ്പോ എല്ലാ ദിവസവും വണ്ടിയുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നിങ്ങളും പറഞ്ഞു കൊടുക്കണം. വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യാനുണ്ടെങ്കിൽ RVSF രജിസ്റ്റർ ചെയ്യുക. അത് നമ്മളുടെ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ് സൗത്ത് സോണിൽ ചേർത്തല സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആണ് RVSF സൗത്ത് സോൺ. നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും RVSF സൗത്ത് സോൺ എന്നോ RVSF കേരള എന്നോ കൊടുക്കുമ്പോൾ നമ്മുടെ സീറ്റിന്റെ പേര് വരും. അവിടെ കൊണ്ടുപോയി വണ്ടികൾ കൊണ്ടുതരിക, നമ്മൾ സ്ക്രാപ്പ് ചെയ്യുക. ഓണേഴ്സിന് അവരുടേതായ എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും വാങ്ങുക, ട്രാൻസ്പെറന്റ് ആവുക. ഓക്കെ, ഇനി വരുന്നവരോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പറയാം.